മനനം ചെയ്യേണ്ടതല്ല കവിത, മറിച്ച് ഉറക്കെ പാടാനുള്ളതെന്ന് വിളിച്ചു ചൊല്ലി മലയാള കവിതാലോകത്തേക്ക് കടന്നുവന്ന പ്രിയ കവി കടമനിട്ട രാമകൃഷ്ണൻ. പടയണിയുടെ താളത്തിൽ മാനവിക ജീവിതത്തിന്റെ ചൂടും ചൂരും പങ്കുവച്ച കവിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 17 വയസ്സ്. നാട്ടുവഴികളിൽ പടയണിത്താളത്തിൽ കവിതകൾ ഉച്ചത്തിൽ ചൊല്ലി ജീവിതത്തെ ആഘോഷമാക്കിയ കടമനിട്ട രാമകൃഷ്ണൻ. ചൊൽക്കവിതകളുടെ സൗന്ദര്യം 80കളിലും 90കളിലും മലയാളി ആസ്വദിച്ചത് ഈ ഘനഗാംഭീര്യ ശബ്ദത്തിലൂടെയാണ്. നിങ്ങളെന്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നുന്നു, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴഞ്ഞെടുക്കുന്നു. കടമനിട്ടയുടെ കവിതകൾക്ക് കണ്ണിൽ കാണുന്നതെന്തും വിത്തായിരുന്നു. കുറത്തി, കോഴി, കാട്ടാളൻ, ചാക്കാല, ഒരു പശുക്കുട്ടിയുടെ മരണം, അങ്ങനെ നിത്യജീവിതത്തിലും സമകാലിക ജീവിതത്തിലും കണ്ടതും കേട്ടതും അറിഞ്ഞതുമെല്ലാം അദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രമേയങ്ങളായി. അടിയന്തരാവസ്ഥക്കാലത്ത് ഭാര്യയെക്കുറിച്ച് എഴുതിയ ശാന്തി എന്ന കവിതയാണ് അതിനൊരു മികച്ച ഉദാഹരണം. ശാന്തേ കുളി കഴിഞ്ഞീറൻ പകർന്ന വാർകോന്തൽ കോതി വകഞ്ഞു പുറകോട്ട് വരിയിട്ട്. കാലാതീതമാണ് കടമനിട്ടയുടെ കവിതയും രാഷ്ട്രീയവും. ജീവിതത്തിലുടനീളം ഇടത് സഹയാത്രികനായിരുന്ന കടമനിട്ട തന്റെ തൂലിക പലപ്പോഴും വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ചലിപ്പിച്ചിട്ടുണ്ട്. ഒരു ട്രെയിൻ യാത്രയുടെ ഓർമ്മയ്ക്കായി കുറിച്ച ക്യാ എന്ന കവിത അതിനൊരു തെളിവാണ്. ക്യാ എന്ന കവിതയിൽ തന്നെ പരിചയപ്പെട്ട ഗുജറാത്തിയോട് അയാൾ വൈഷ്ണവ ജനത ശുദ്ധ സസ്യബുക്കുകളാണെന്ന് വീമ്പ് പറയുമ്പോൾ, നിങ്ങളിൽ ചില പുല്ലുതീനികൾ പൂർണ്ണ ഗർഭിണിയുടെ വയറ് കീറി കുട്ടികളെ വെളിയിലെടുത്ത് തിന്നതോ എന്ന് ചോദിച്ചു പോയ പ്രമേയമായിരുന്നു ക്യാ എന്ന കവിതയിലൂടെ കടമനിട്ട രാമകൃഷ്ണൻ കോറിയിട്ടത്. എഴുതുകയും ഉറക്കച്ചൊല്ലുകയും ചെയ്യുന്ന കടമനിട്ട തന്റെ വരികളിലൂടെ അന്ന് കാലങ്ങൾക്ക് മുൻപേ എതിർത്ത സംഘപരിവാർ രാഷ്ട്രീയം ഇന്ന് കലയ്ക്കും സാഹിത്യത്തിനും മോഡിഫിക്കേഷൻ വരുത്തുവാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ കടമനിട്ടയ്ക്കും കടമനിട്ടയുടെ വരികൾക്കുമുള്ള കാലിക പ്രസക്തി വളരെ വലുതാണ്. സിന്ധുരി വിജയൻ, കൈരളി ന്യൂസ്.